ഹലോ ഡിയേഴ്സ്, അപ്പൊ നമ്മുടെ പ്ലസ് ടുവിന്റെ റിസൾട്ട് ഒക്കെ വരാൻ സമയമായി. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇപ്പം മെസ്സേജ് ആയിട്ടും കമന്റ് ആയിട്ടും ഒക്കെ ചോദിക്കുന്ന കാര്യമാണ്, സാറേ അതിനകത്ത് ഇനി ഇൻ കേസ് മാർക്ക് കുറഞ്ഞാൽ പോലും ഇനി പ്ലസ് വണ്ണും പ്ലസ് ടു രണ്ടും എഴുതേണ്ടി വരുമോ എന്ന് അതിനകത്ത് പലരും ചോദിക്കുന്നുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഒപ്പം തന്നെ അതിനകത്ത് സേ എക്സാമിന്റെ ടൈം ടേബിൾ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പ്ലസ് വൺ പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് റിസൾട്ട് വന്നല്ലോ. നിങ്ങൾക്ക് ഇപ്പൊ മാർക്ക് ഇൻ കേസ് 14 മാർക്കാണെന്ന് വിചാരിച്ചോളൂ, അല്ലെങ്കിൽ 11 മാർക്ക്, അങ്ങനെ എത്ര മാർക്കുള്ളവരാണെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട. ഈ വീഡിയോ കണ്ടോളൂ. നിങ്ങൾക്ക് പാസ്സാകാനുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതായത് ഇപ്പൊ ഐ ബട്ടണിൽ കാണുന്ന വീഡിയോയിൽ, ഒപ്പം ആ വീഡിയോ ഞാൻ അതിനകത്ത് കമന്റ് ബോക്സിൽ ലിങ്ക് ആക്കിയിട്ട് കൊടുക്കാം. നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കണ്ടോളൂ. നിങ്ങൾ എത്ര മാർക്ക് കുറവ്, അതിപ്പോ 5 മാർക്കോ 6 മാർക്കോ 7 മാർക്കോ 8 മാർക്കോ ഒക്കെ ആണെങ്കിലും നിങ്ങൾക്ക് അതിനകത്ത് പേടിക്കേണ്ട. ഞാൻ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് സെറ്റ് ആകും കാര്യങ്ങളെല്ലാം. അപ്പം അതിനകത്തെ മാർക്ക് കുറവുള്ളവരാണെങ്കിൽ ഞാൻ പറഞ്ഞ വീഡിയോ കണ്ടോളൂ. ഐ ബട്ടണിൽ കാണുന്ന അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ അതിനകത്ത് ഞാൻ അതിന്റെ ലിങ്ക് പിൻ ചെയ്ത് വെക്കാം, അത് കണ്ടാൽ മതി. ഇനി ഇപ്പൊ പ്ലസ് വണ്ണും പ്ലസ് ടു എഴുതണോ വേണ്ട? നിങ്ങൾ പ്ലസ് വണ്ണിലാണ് മാർക്ക് കുറവ്, പ്ലസ് ടു നിങ്ങൾ പാസ്സായി എന്ന് വിചാരിച്ചോളൂ. 18 കിട്ടി. അപ്പൊ പ്ലസ് 14 ആണെങ്കിൽ പ്ലസ് ടുവിൽ എന്ത് ചെയ്യണം എന്നറിയോ? ആ പോയ മാർക്ക് 22 കിട്ടണം. കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇനി നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾ സേ എക്സാം എഴുതുമ്പോൾ പ്ലസ് ടു മാത്രം എഴുതിയാൽ മതി. പലരും ചോദിക്കുന്നത് ഇനി പ്ലസ് വണ്ണും പ്ലസ് ടു കൂടി പഠിക്കണമെന്നോ? വേണ്ട. ഈ സേ എക്സാമിന് നിങ്ങൾ പ്ലസ് ടു മാത്രം എഴുതിയിട്ട് പ്ലസ് വണ്ണിൽ പോയ മാർക്ക് കൂടി എടുത്താൽ മതി. അതായത് സേ എക്സാമിന് നിങ്ങൾ പ്ലസ് ടു സബ്ജക്ട് എഴുതുമ്പോൾ 18 കിട്ടണ്ടേ? അത് ഒപ്പം തന്നെ പ്ലസ് വണ്ണിലെ പോയ മാർക്ക് ഇപ്പൊ 4 മാർക്കാണ്. 14 സ്റ്റുഡന്റ് 4 മാർക്ക്. എത്ര മാർക്കാണോ നിങ്ങൾക്ക് പ്ലസ് വണ്ണിൽ കുറവ് 18ൽ നിന്ന്, അതുകൂടി നിങ്ങൾ എടുത്താൽ മതി പ്ലസ് ടുവിൽ. പക്ഷേ ഒരു പ്രശ്നം ഞാൻ ഇതിനകത്ത്, അപ്പൊ പിന്നെ പക്ഷെ സേ എക്സാമിൽ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ അടുത്ത വർഷം നിങ്ങൾക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ പ്ലസ് വണ്ണും എഴുതണം, പ്ലസ് ടു എഴുതണം. അപ്പം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഇപ്പം തന്നെ എന്ത് ചെയ്യുക, ഇൻ കേസ് മാർക്ക് കുറവാണ്, നിങ്ങൾക്ക് പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് റിസൾട്ട് വന്നപ്പോൾ മാർക്ക് കുറവാണ്, പ്ലസ് ടുവിൽ നിങ്ങൾ അതിനകത്ത് മാർക്ക് കിട്ടുമോ എന്ന് നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് അതിനകത്ത് പേടിയുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ ഇപ്പോഴേ അതിനകത്ത് സ്റ്റാർട്ട് ചെയ്യുക. കാരണം ഇത്തവണ റിസൾട്ട് എന്താണ് കുറച്ച് വൈകി 26 എത്തുന്നതുകൊണ്ട് തന്നെ സാധാരണ കഴിഞ്ഞ വർഷത്തെ നോക്കൂ, ഇത് കഴിഞ്ഞ വർഷത്തെ സേ എക്സാമിന്റെ ടൈം ടേബിളാ. സേ എക്സാം എന്ന് പറയുമ്പോൾ സാധാരണ പോലെ എന്തുണ്ടാവില്ല, സമയം ഗ്യാപ്പ് ഉണ്ടാവില്ല. പബ്ലിക് എക്സാമിനെ പോലെ നോക്കൂ, ജൂൺ കഴിഞ്ഞ വർഷം നോക്കൂ 23-ാം തീയതി തുടങ്ങിയിട്ട്, അപ്പൊ ഇത്തവണയും മിക്കവാറും എനിക്ക് തോന്നുന്നത് ജൂൺ 23-നൊക്കെയാണ് സാധ്യത കാണുന്നത്. കാരണം ഈ റിസൾട്ട് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ചിലപ്പം പഠിക്കാൻ 1 മാസം കിട്ടണമെന്നില്ല. അപ്പം നിങ്ങൾ 2 or 3 സബ്ജക്റ്റുകളൊക്കെ, 2ൽ കൂടുതൽ, അതായത് ഇപ്പൊ ഒരു സബ്ജക്റ്റ് ഒക്കെ പഠിക്കാൻ ടൈം കിട്ടും, 2 അല്ലെങ്കിൽ അതിൽ കൂടുതലൊക്കെ സബ്ജക്ട് അതിനകത്ത് പോകും. ഇപ്പൊ ഇംപ്രൂവ്മെന്റിന് മാർക്ക് കുറവാണ്, ഈ പ്ലസ് ടു വരുമ്പോൾ പേടിയുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ, പാസ് ആകട്ടെ. ഇൻ കേസ് മാർക്ക് കുറവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുക. ഇംപ്രൂവ്മെന്റുകാരാണെങ്കിലും ഒക്കെ ഓൾറെഡി നമ്മുടെ ബാച്ചിലൊക്കെ ഒരുപാട് പേര് ജോയിൻ ആയി. അപ്പൊ നിങ്ങൾക്ക് ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ നേരത്തെ ഞാനൊരു വീഡിയോ പറഞ്ഞല്ലോ, ആ വീഡിയോ നിങ്ങൾ കണ്ടോളൂ. റിസൾട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ സേ സ്റ്റുഡൻസിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ്. കാരണം നിങ്ങൾക്ക് സാധാരണ സ്റ്റുഡൻസിനെ പോലെ ഇപ്പം യൂട്യൂബിലൊക്കെ പല ക്ലാസ് ഉണ്ടാവും, പക്ഷെ പലർക്കും അത് മനസ്സിലാവില്ല. കാരണം നിങ്ങൾക്ക് ബേസ് തൊട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തരണം. അപ്പൊ അതുകൊണ്ട് തന്നെ എവിടെ നിങ്ങൾ പോകുമ്പോഴും അവിടുത്തെ ക്ലാസ് നിങ്ങൾക്ക് സൂട്ടബിൾ ആണ്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ലെവലിൽ നിന്ന് ക്ലാസ് എടുക്കണം, എന്നാലേ മനസ്സിലാവുള്ളൂ. അപ്പൊ അങ്ങനത്തെ ക്ലാസ് ആണ് നോക്കി ജോയിൻ ആവുക. നമ്മുടെ ക്ലാസ് അത്തരത്തിലുള്ള ക്ലാസ് ആണ്. ക്ലാസ്സിനെ കുറിച്ച് അറിയാൻ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓൾറെഡി നമ്മുടെ ബാച്ചസ് ഒക്കെ സ്റ്റാർട്ടായി. 27 36 70 70 45. അപ്പൊ നോക്കൂ, ഈ സേ എക്സാമിന് അതിനകത്ത് പഠിക്കാൻ സമയം കുറവാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാപ്പില്ല. 2ൽ കൂടുതൽ സബ്ജക്റ്റ് ഒക്കെ ഉള്ളവർ, 2 കൂടുതൽ സബ്ജക്റ്റ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അടുത്തടുത്തായിരിക്കും എക്സാം വരിക. നോക്കൂ, കഴിഞ്ഞ വർഷം വന്നത് ജൂൺ 23-ന് സെക്കൻഡ് ലാംഗ്വേജ്, അതേ ദിവസം തന്നെ ഉച്ചയ്ക്ക് എന്താണ് കെമിസ്ട്രി, പിന്നെ ജൂൺ 24-ന് ഇംഗ്ലീഷ് ഉള്ളവർക്ക്, അത് പിന്നെ ജൂൺ 25-ന് മാത്സ്. ജൂൺ 25-നും രാവിലെ മാത്സ് ആണെങ്കിൽ ജൂൺ 25 ഉച്ചക്കിന്, അതേ ദിവസം ഉച്ചക്ക് തന്നെയാണ് ഹോം സയൻസും കമ്പ്യൂട്ടർ സയൻസും വരുന്നത്. ഇനി ജൂൺ 26 നോക്കൂ ഫിസിക്സ്, പിന്നെ ജൂൺ 27 ബയോളജി. എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആണ്, ഒരു ഗ്യാപ്പ് പോലും ഇല്ല. അപ്പൊ ഈ 2-3 സബ്ജക്റ്റ് ഒക്കെ, 2 അല്ലെങ്കിൽ 3 സബ്ജക്റ്റ് ഒക്കെ ഉള്ളവരാണെങ്കിൽ തൊട്ടടുത്തടുത്ത എക്സാം വരും. അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ന് ആലോചിക്കുക. കാരണം പബ്ലിക് എക്സാം പോലെ ഇത്തിരി പോലും സമയം അതിനകത്ത് കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോളൂ. ഇനിയിപ്പോ ഇത് 2025-ലെ ടൈം ടേബിളാന്ന് വിചാരിച്ചിരിക്കേണ്ട. ഇതേ പാറ്റേൺ തന്നെയാണ് 2024-ലെ ടൈം ടേബിളും വന്നത്. ആദ്യം അന്ന് ജൂൺ 12-നാണ് തുടങ്ങിയത്, മനസ്സിലായില്ലേ? അപ്പം ടൈം ടേബിൾ ഇക്കുറി മിക്കവാറും ഇതിനകത്ത് ജൂൺ 23 ആ ഒരു സമയമായിരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ആ ലെവൽ ക്ലാസ് ആണ്. സേ സ്റ്റുഡൻസിനെ ഇത്ര രാവും പകലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വീഡിയോസ്, റെക്കോർഡഡ് വീഡിയോസും ലൈവും ഒക്കെ ആയിട്ട് നിങ്ങളെ കൂടെ സപ്പോർട്ടീവായിട്ട് നമ്മൾ ഉണ്ടാകും. അതിനകത്ത് അത്രയും സപ്പോർട്ടീവായിട്ട് 100% നിങ്ങൾക്ക് നമ്മളെ വിശ്വസിക്കാം. നമ്മൾ ആ രീതിയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് നൽകുന്നത്. കാരണം നമ്മുടെ റിസൾട്ടുകളൊക്കെ ഞാൻ മുൻ വർഷങ്ങളിൽ 2024, 25 ഒക്കെ റിസൾട്ടുകൾ, ഇനിയിപ്പോ ഈ വർഷത്തെ റിസൾട്ട് ഒക്കെ നിങ്ങൾക്ക് അതിനകത്ത് ഈ വർഷത്തെ റിസൾട്ട് ഒക്കെ ഇനി വരാനിരിക്കുന്നുള്ള ഒരുപാട് പേര് നല്ല റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ 24, 25 ഒക്കെ റിസൾട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോയിൽ നിങ്ങൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഒരു വീഡിയോ കമന്റ് ബോക്സിലുള്ള ആ വീഡിയോ കണ്ടാൽ മതി.
അപ്പം ഞാൻ അത് നീട്ടുന്നില്ല. ഇനി 24 ടൈം ടേബിൾ ആണെങ്കിൽ ഇതുപോലെയാണ്. പാർട്ട് 2 ലാംഗ്വേജ് വന്നു ജൂൺ 12 സ്റ്റാർട്ടിംഗ് ദിവസം. പിന്നെ കണ്ടോ കെമിസ്ട്രി. അപ്പൊ ഈ കെമിസ്ട്രി ആണെങ്കിൽ പഠിക്കാൻ സമയം കിട്ടും. പക്ഷേ ഇത്തവണ എങ്ങനെയാകണം ഷെഡ്യൂൾ എന്നില്ല. 24ഉം 25ഉം പക്ഷേ കെമിസ്ട്രിയാണ് ഫസ്റ്റ്. അപ്പം അങ്ങനെ സമയം കിട്ടുന്നുണ്ട് കെമിസ്ട്രി. പക്ഷേ മാത്സ് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം തന്നെ ഫിസിക്സ്, തൊട്ടടുത്ത ദിവസം തന്നെ ബയോളജി. അപ്പൊ കണ്ടില്ലേ, ഇംഗ്ലീഷ് ഉള്ളവരാണെങ്കിൽ അങ്ങനെ കണ്ടിന്യൂസ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തോളൂ നിങ്ങളെ പ്രിപ്പറേഷൻ. 2 അല്ലെങ്കിൽ കൂടുതൽ സബ്ജക്റ്റ് പോകും എന്ന് നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങൾ അങ്ങനെ എല്ലാ പോകാതിരിക്കട്ടെ. അങ്ങനെ പേടി ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുക. റിസൾട്ട് വരുമ്പോൾ പാസ്സായാൽ നല്ലത്, പാസ്സായില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യുക, പെട്ടെന്ന് ആ ഒരു ട്രോമ അല്ലെങ്കിൽ അതിലോട്ട് പോകേണ്ട ആവശ്യമില്ല. ആദ്യമേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ ഇതാണ്. അപ്പൊ നിങ്ങൾക്ക് അപ്പൊ ഈ ഒരു സൈഡ് ടൈം ടേബിൾ ഇക്കുറിയും മിക്കവാറും ജൂൺ 23 തൊട്ട് ഈ ഒരു ഷെഡ്യൂൾ ആകാനാണ് സാധ്യത. ഇപ്പൊ 24, 24, 25 ഒക്കെ പക്ഷെ സബ്ജക്റ്റുകൾ ഇങ്ങനെ തന്നെ വന്നത്. കെമിസ്ട്രി ആദ്യം, പിന്നെ മാത്സ്, ഇംഗ്ലീഷ്, പിന്നെ മാത്സ്. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫിസിക്സ്, ബയോളജി, മാത്സ് ഒക്കെ പോയവരാണെങ്കിൽ അടുത്തടുത്ത ദിവസങ്ങളായിരിക്കും. ഇപ്പോഴേ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളൂ. കെമിസ്ട്രി ആണെങ്കിൽ അതിനകത്ത് എന്തായാലും ഫസ്റ്റ് സബ്ജക്റ്റിന് കുറച്ച് ടൈം കിട്ടുമല്ലോ. അപ്പൊ നിങ്ങൾ അതൊക്കെ ആലോചിക്കുക. ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ നമ്പറിൽ വിളിച്ചോളൂ. നിങ്ങൾ ഒന്നും പേടിക്കണ്ട. ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.